ഹായ്, ഇന്ന് വന്നിട്ടുള്ളത് റവ വെച്ചിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വടയുടെ റെസിപ്പി ആയിട്ടാണ്. എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വടയുടെ റെസിപ്പിയാണ്. കൂടെ ചട്നി കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. വട എങ്ങനെ റെഡിയാക്കിയെടുക്കാമെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഗ്ലാസ്സിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് റവയാണ് എടുത്തുള്ളത്. ഒരു ഗ്ലാസ് റവയ്ക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അതിലോട്ട് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഓയിൽ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. വെള്ളം എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെയാണ് റവ എടുത്തിട്ടുള്ളത്. വെള്ളം തിളച്ച് വരുമ്പോൾ റവ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് റവ നല്ലതുപോലെ ഇളക്കി വേവിച്ചെടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം. അടിക്ക് പിടിക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. വെള്ളം വറ്റി വരുന്നത് വരെ നമുക്ക് ഇളക്കി വേവിച്ചെടുക്കാം. വെള്ളം വറ്റി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂട് തണിഞ്ഞതിന് ശേഷം നമുക്ക് കുഴച്ചെടുക്കാം. നല്ലതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് വടയുടെ ഷേപ്പിലാക്കാം. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ചട്ടി അടുപ്പിൽ വെച്ച് ഓരോ വടകളെടുത്ത് അതിലേക്കിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഒരു ഭാഗം മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് വേവിച്ചെടുക്കാം. ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ എല്ലാ വടയും ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്നി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 വെളുത്തുള്ളി, കുറച്ച് മല്ലിയില, ഒരു പച്ചമുളക് എന്നിവ ചേർത്ത് നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാം. അരച്ചെടുത്ത ചമ്മന്തി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കരിവേപ്പില, കടുക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.